തിരിച്ചെടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് നാഷ്. ഇന്ന് ഞാൻ ഇവിടെ കാണുന്ന തന്നെ കുറേ നാളുകൾക്ക് ശേഷം ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറേ കാര്യങ്ങൾ കാരണം കൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെറുതായിട്ട് എനിക്ക് മടിയും ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് എനിക്ക് ഒരു എന്താ പറയുക, ലോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ ഫേസിൽ കാണുന്ന പിമ്പിൾസ് കാരണം ക്യാമറ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ഫോക്കസ് മാറി ആ പിമ്പിളിലോട്ട് പോകും. സോ എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മുഖം ഓക്കെ ആയിട്ട് ബാക്കി വീഡിയോസ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ആണ് ഇങ്ങനെയൊക്കെ താമസിച്ചത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് മെൻസ്ട്രുവൽ കപ്പ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സംഭവങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ how and when I got to know about this and how to use it and its advantages and disadvantages from my point of view. Men watching this video, please don't skip the video because നിങ്ങളുടെയൊക്കെ വീട്ടിലും ഈ പറയുന്ന അമ്മ, ചേച്ചി, അനിയത്തി, വൈഫ്, ഡോട്ടർ എല്ലാവരും കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാമല്ലോ. പിന്നെ അതിലൊക്കെ ഉപരി ഗേൾസ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ പ്ലീസ് ഡു ഷെയർ വിത്ത് ദം ആൻഡ് യു ഷുഡ് ഓൾസോ വാച്ച് ദിസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് വെൻ ഐ വാസ് ഇൻ എൻട്രൻസ്, ആഫ്റ്റർ മൈ എൻട്രൻസ്, ബിക്കോസ് ആ സമയത്തായിരുന്നു ഞാൻ ഈ കൂടുതലും സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ കണ്ടു തുടങ്ങിയ ഒരു കാലം. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. Maybe you see that product, that menstrual cup pictures, but അവിടെ ആരും നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ കാണത്തില്ല. ബട്ട് യൂട്യൂബിൽ കാണും. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഫോളോ ചെയ്യുന്ന കുറേ ഫീമെയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ അവരിങ്ങനെ ഗേൾസ് ടോക്കിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ ഇങ്ങനത്തെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അന്നാണ് ഞാനിതിനെപ്പറ്റി അറിയുന്നത്. ബട്ട് I don't have the guts to use it. എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോഴേ, മീൻസ് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോഴേ എൻ്റെ പകുതി റിലേ പോയായിരുന്നു. അപ്പോൾ മീൻസ് യു ജസ്റ്റ് ഹാവ് ടു ഇൻസേർട്ട് ഇൻസൈഡ് യുവർ വെജൈന. അപ്പോൾ ഇത് ഇത്രയും കേൾക്കുമ്പോഴേ നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കാണുവാണെങ്കിലും ഓക്കെ നമുക്ക് കാണാം, ബട്ട് നമ്മളത് യൂസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കിതിനെപ്പറ്റി അറിഞ്ഞതും മനസ്സിലാക്കിയതും ഒക്കെ ഞാൻ ആ പ്രായത്തിലായിരുന്നു. പിന്നെ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ. മീൻസ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ് 2025 ഫെബ്രുവരി. ആൻഡ് അപ്പം ഇതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അത് എല്ലാ ഗേൾസിനും ഉണ്ടാവുന്ന കുറേ ഡൗട്ട്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. പ്ലസ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഞാൻ ഈ ഈ വീഡിയോയിൽ എന്തായാലും ഇവിടെ കാണിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ലൈക്ക് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരെ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇതാ, യൂട്രസിൽ കയറി പോകത്തില്ലേ? അപ്പോൾ ആ സംഭവത്തിന് വേണ്ടിയാണ് ഞാനിവിടെ പിക്ചർ കാണിക്കാൻ പോകുന്നത്. സോ ഈ പറയുന്ന യൂട്രസും ഈ കപ്പിരിക്കുന്നതും തമ്മിൽ നല്ല ദൂരമുണ്ട്. ആൻഡ് ഈ സംഭവം യൂട്രസ് വരെ പോത്തില്ല. ഈ യൂട്രസ് എന്ന് പറയുന്ന സംഭവത്തിന് സെർവിക്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സെർവിക്സിനകത്തോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി അല്ല ഒരു പവർ ഈ മെൻസ്ട്രുവൽ കപ്പിനില്ല. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലം വരെ ഇത് പോകത്തുള്ളൂ. ആൻഡ് ഒട്ടും പെയിൻ ഉണ്ടാവത്തില്ല. ആ സംഭവം ഇത്രയും സോഫ്റ്റാണ്, അത് നിങ്ങളുടെ ബോഡിക്കുള്ളിൽ പോയിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ബോഡിക്കുള്ളിൽ ഇരിപ്പുണ്ട്. എനിക്ക് 8th സ്റ്റാൻഡേർഡിലാണ് പീരിയഡ്സ് ആയത് തുടങ്ങിയത്. അപ്പം എന്താ പറയുക, അന്ന് തൊട്ട് ഞാൻ ഈ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേ വരെ
ഞാൻ യൂസ് ചെയ്യാത്ത ഒരു സാനിറ്ററി പാഡ്സിൻ്റെയും ബ്രാൻഡില്ല. ഗോട്ട് ഇറ്റ്. ലാസ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സ് മേ ബി ആയിരിക്കും ഞാൻ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന ലാസ്റ്റ് ഞാൻ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് യൂസ് ചെയ്തപ്പോഴും എനിക്ക് ലാസ്റ്റ് മൂമെൻറ്റ് ലൈക്ക് എൻ്റെ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിനൊരു 4 to 5 months മുന്നേ തൊട്ട് എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ ആൻഡ് റാഷസ്. ആൻഡ് ഈ പീരീഡ്സ് ഒരു 1 week പീരീഡ്സ് കാണും. അത് കഴിഞ്ഞൊരു 1 week ഈ സംഭവങ്ങളൊക്കെ കാണും, ഇറിറ്റേഷൻ, ഈ പറയുന്ന റാഷസും ഒക്കെ. ആൻഡ് ഈ പീരീഡ്സിന് മുന്നേ നമുക്ക് PMSഉം കാണും. അപ്പം പീരീഡ്സ് ആയിട്ട് തന്നെ ഇങ്ങനെ 3 ആഴ്ച പോയി കഴിഞ്ഞാൽ മാസത്തിൽ പിന്നെ നമുക്ക് എന്തുമാത്രം സമയം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സ് വന്നാൽ ഞാൻ ഡെഡാണ്. ഐ എം ലിറ്ററലി ഡെഡ്. എനിക്ക് ഫസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എണീച്ചൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. എനിക്കന്ന് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. ഇത് കുറേ ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ. സോ ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട്, പ്ലസ് ദ മെയിൻ തിങ് ദാറ്റ് ഐ വോണ്ട് മെൻഷൻ, എനിക്ക് ഈ പറയുന്ന പെയിൻ ഉണ്ടാവുമ്പം ഞാൻ മുട്ടൊക്കെ വളച്ച് ഈ അട്ടയൊക്കെ ചുരുണ്ട് കിടക്കുന്ന പോലെയൊക്കെ കിടക്കും. അപ്പോൾ ഈ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോഴേക്കും ഡ്രസ്സേലാവും, ബെഡ്ഷീറ്റേലാവും, ആൻഡ് ഇതെല്ലാം കൊണ്ട് കഴിയാൻ നടക്കണം. ഓക്കെ, വീട്ടിലാവുമ്പോൾ ഇതൊക്കെ ഫൈൻ, ബട്ട് ഹോസ്റ്റലിൽ ആ സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അറിയാം, ഒന്നാമതേ മൂഡ് സ്വിങ്സ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര ദേഷ്യം വരും. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് ഈ പീരീഡ്സ് സമയത്ത്. അതുകൊണ്ടൊക്കെ ഞാൻ ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പിലോട്ട് മാറിയത്. സോ ഇനി ഞാൻ കപ്പിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ആ കാണുന്ന പ്രോഡക്റ്റ്, മെൻസ്ട്രൽ കപ്പ്. യു ക്യാൻ സീ ഇതിനൊരു സ്റ്റെം ഉണ്ട്, ഒരു ബൗൾ പോലത്തെ ഒരു സംഭവം ഉണ്ട്, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇത് സിലിക്കോണിൻ്റെ ആണ് മെറ്റീരിയൽ. പിന്നെ ഞാനിത് മേടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഫെമിസേഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ. അത് ഞാൻ പ്രൊമോഷനൊന്നും അല്ല, ഞാൻ കുറേ കണ്ടെടുത്ത് നോക്കിയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സംഭവം. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൂടെ എനിക്കൊരു ലോഷൻ കിട്ടിയായിരുന്നു ടു വാഷ് ദിസ് മെൻസ്ട്രൽ കപ്പ് വാഷ്. പിന്നെ ഒരു സ്റ്റെറിലൈസർ കിട്ടിയായിരുന്നു, ആൻഡ് ഒരു ഖാദിയുടെ ഒരു പൗച്ച്, ചെറുതായിട്ടുള്ളൊരു പൗച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കിത് കൊണ്ട് നടക്കാമല്ലോ, ഒരു ഹാൻഡ് ബാഗിലൊക്കെ ഇടാം അതിനകത്ത് വെച്ചിരുന്നു. അങ്ങനെ എനിക്കൊരു ഫുൾ ഒരു പ്രോപ്പറായിട്ടുള്ളത് വേണമായിരുന്നു. ഈ സാനിറ്ററി പാഡ്സൊക്കെ നമുക്ക് നമ്മുടെ അമ്മമാർ യൂസ് ചെയ്തിട്ടുണ്ട്, ചേച്ചിമാർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരൊക്കെ പറഞ്ഞു, ബട്ട് ഇതിനെപ്പറ്റി അങ്ങനെ ആർക്കും അറിയാത്തതുകൊണ്ട് നമുക്കങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല. സോ അങ്ങനെ ഞാൻ കുറേ കണ്ട് നോക്കിയെടുത്തപ്പം എനിക്ക് ഈ ബ്രാൻഡ് ഇഷ്ടപ്പെട്ടു, ആൻഡ് ഐ ട്രസ്റ്റഡ് ദം ആൻഡ് ഐ ബോട്ട് ഇറ്റ്. ഇപ്പോൾ ആ സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് സാധനം വെക്കാം. പിന്നെ മെൻസ്ട്രൽ കപ്പ് വാഷ് ഇതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടൊരു 1 year ആയി, ആൻഡ് ഇത് ഇപ്പോഴും ഇത്രയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും ഞാനിത് കഴുകത്തില്ലായിരിക്കും. നോ, ഇതിൻ്റെ ഒരു 2-3 ഡ്രോപ്സിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ക്ലീൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സ്റ്റെറിലൈസറിൽ നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ആ കപ്പ് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഒരു 5 minute വേണ്ടി. ആൻഡ് പിന്നെ ഈ ലോഷൻ ഈ പറയുന്ന പോലെ 2 to 3 ഡ്രോപ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എപ്പം നിങ്ങൾ പുറത്തെടുത്താലും ഇത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് റീഇൻസേർട്ട് ചെയ്യാവുള്ളൂ. നൗ ഐ ടെൽ യു ഹൗ ടു ഇൻസേർട്ട് ഇറ്റ് ആൻഡ് പുൾ ഇറ്റ് ഔട്ട്. അപ്പം ടേക്ക് ദിസ് കപ്പ്. ഈ പറയുന്ന സ്റ്റെമ്മ് ജസ്റ്റ് ആ ഒരു ഗ്രിപ്പിന് വേണ്ടിയാണ്, അല്ലാതെ ഇത് പിടിച്ച് ഒരിക്കലും വലിക്കരുത്. ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ ഈ കപ്പ് നിങ്ങൾക്ക് സ്മോള്, മീഡിയം, ലാർജ് സൈസിലൊക്കെ കിട്ടും. ലൈക്ക് വൈസ് ദാറ്റ് സാനിറ്ററി പാഡ്സ്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന കുറേ ടൈപ്സ് ഉണ്ട്, ബട്ട് ഭയങ്കര കോമൺ ആയിട്ടുള്ള 3 എണ്ണം ഉണ്ട്: സീ ഫോൾഡ്, 7 fold ആൻഡ് പഞ്ച് ഔട്ട്. ബേസിക്കലി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ പറയുന്ന പഞ്ച് ഔട്ട് ഫോൾഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആ ഫോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ഇവിടുന്ന്
ഇങ്ങനെ അകത്തോട്ട് ബെൻഡ് ചെയ്യുക ആൻഡ് കീപ് ദിസ് ടു തിങ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇത് കിട്ടും നിങ്ങൾക്ക്. ഐ ഹോപ്പ് യു ഓൾ ക്യാൻ സീ. ഇങ്ങനെ ഒരു ഫോൾഡ്. യു ഹാവ് ടു ജസ്റ്റ് ഇൻസേർട്ട് ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് ഇതകത്ത് കയറി കഴിയുമ്പം ഇങ്ങനെ ഓപ്പൺ ആവും. അതുപോലെ തന്നെ 7 ഫോൾഡ്, അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് യു ഹാവ് ടു ബെൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു 7 ഷേപ്പ് ചെയ്യും. അതാണ് ഇതിന് 7 ഫോൾഡ് എന്ന് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്തിട്ടില്ല. സോ അഗെയിൻ യു ഹാവ് ടു ജസ്റ്റ് ഇൻസേർട്ട് ഇറ്റ് ലൈക്ക് ദിസ്. ഇതുപോലെ കയറിപ്പോവും. ആൻഡ് ഞാൻ ഇപ്പം കറൻ്റ്ലി ഈ പറയുന്ന പഞ്ച് ഔട്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് നാൾ വർക്ക് ചെയ്തു, പിന്നെ എനിക്ക് കുറച്ച് ഫ്ലോപ്പായി പോയി. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സി ഫോൾഡാണ്. ഹാഫ് ഷേപ്പ് സി പോലെ കാണും. സി ഷേപ്പോ യു ഷേപ്പോ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അഗെയിൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇത്രയുമേ ഉള്ളൂ ഇൻസേർഷൻ പാർട്ട്. ബട്ട് ഈ പറയുന്ന പുൾ ഔട്ട് തിങ്, ഞാൻ പാനിക്കായി പോയ സംഭവം. അത് പാനിക്കാവേണ്ട ആവശ്യമില്ല ആക്ച്വലി. ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പാനിക് ആവല്ലോ എന്ന് പറഞ്ഞാലും ചെറുതായിട്ടൊരു ടെൻഷനായി പോകും. അപ്പോൾ ഈ പുൾ ഔട്ട് മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പിഞ്ച് ഇറ്റ് ആൻഡ് ട്വിസ്റ്റ്. Pinch and twist and you just get that cup in your hands. And yeah, don't forget to clean with the menstrual cup wash or with hot water. എന്തായാലും ഇതിനെ ക്ലീൻ ചെയ്തിട്ട് റീഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ, because that area is very delicate, so you should take care of it very well. ഇതിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റി പറയുവാണെങ്കിൽ ഫസ്റ്റ് വൺ, ഇക്കണോമിക്കലി ഇറ്റ് ഈസ് വെരി ഗുഡ്. നിങ്ങൾക്ക് ഇത് ഒരു കപ്പ് ഒരു വട്ടം മേടിച്ച് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സാനിറ്ററി പാഡ്സിൻ്റെ മറ്റേ ചെറു പാക്കാണെങ്കിൽ ഒരു 3 പാക്കൊക്കെ തീരുമായിരുന്നു. ആൻഡ് മറ്റേ വലിയ ടൈപ്പ് ആണെങ്കിൽ പാക്കറ്റ് ആണെങ്കിലും അത് മൊത്തം തീരും. അപ്പം അത്രയ്ക്ക് ആവശ്യമൊന്നും ഇല്ല പൈസ ചിലവാക്കേണ്ടത്. ഒരു മെസ്സും കാണത്തില്ല, ലൈക്ക് നിങ്ങളുടെ ഡ്രസ്സ് അഴുക്കാവത്തില്ല, ബെഡ്ഷീറ്റ് അഴുക്കാവത്തില്ല, പിന്നെ നിങ്ങൾക്ക് ലീക്ക് ഉണ്ടാവത്തില്ല. ഓഫ് കോഴ്സ് ദാറ്റ് സെയിം പോയിന്റ്. നമുക്കിത് 10 മണിക്കൂർ യൂസ് ചെയ്യാം. മീൻസ് 10 മണിക്കൂർ ഇപ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് മാറ്റേണ്ട ആവശ്യമുള്ളൂ. അത്രയും കപ്പാസിറ്റി ഉണ്ട് അതിനകത്ത് ബ്ലഡ് ഫില്ലാവുന്നത്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കര ഹെവി ഫ്ലോ ഒക്കെ ആണെങ്കിലും നിങ്ങളൊരു 5 hours ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പാഡൊക്കെ ആണെങ്കിൽ എപ്പോൾ ലീക്കായാൽ അപ്പം മാറ്റണം. പിന്നെ ഒരു 4 മണിക്കൂർ നമുക്ക് സാനിറ്ററി പാഡ്സ് ഒക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ കൂടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. അപ്പം നമുക്ക് 10 hours വി ക്യാൻ കണ്ടിന്യൂസ്ലി യൂസ് ഇറ്റ്. ആൻഡ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി അത്യാവശ്യം എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞ് പാഡ് മാറ്റിയില്ല, ഇങ്ങനത്തെയൊക്കെ ടെൻഷൻസ് വേണ്ട. അത്രയ്ക്കും അഡ്വാൻറ്റേജസ് ഉള്ളൊരു സാധനമാണ്. സോ please do try this and don't get worried. ഇത് നിങ്ങളുടെ യൂട്രസിലൊന്നും കയറി പോകത്തില്ല. അതിനെപ്പറ്റി ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാനിറ്ററി പാഡ്സൊക്കെ പ്ലീസ് അവോയ്ഡ് ചെയ്യുക. മേ ബി യു ആർ തിങ്കിങ് ഞാൻ ഡിസഡ്വാൻറ്റേജസ് ഒന്നും പറഞ്ഞില്ല, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഞാൻ ഡിസഡ്വാൻറ്റേജസ് പറയും. ബട്ട് ആ ഡിസഡ്വാൻറ്റേജസ് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമെന്നാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി ഡിസഡ്വാൻറ്റേജസ്. സീരിയസ്ലി ഇറ്റ് ഈസ് എ 10 on 10 പ്രോഡക്റ്റ്. എനിക്ക് ഇതിനെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് പ്ലീസ് ഗേൾസ്, ഗോ ഹെഡ്, യൂസ് ദിസ് മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ അത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് ഞാൻ മടി പിടിക്കാതെ ഇനിയും വീഡിയോസ് ഉണ്ടാക്കും. And I want you guys to encourage me also in the comment section. And other than this menstrual cup or sanitary pads, വേറെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ ഡു ഷെയർ വിത്ത് മീ ഓൾസോ. മെൻസ്ട്രൽ കപ്പിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ I'll try for sure. Do like, share and subscribe my channel guys. Please subscribe. നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ. See you in the next video.